ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ മാനേജർ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ നിർദ്ദേശം ഇപ്രകാരമാണ്: കളമറിഞ്ഞ് മാത്രം സ്ട്രാറ്റജി മെനയുക എന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് UPSC സിവിൽ സർവീസസ് എക്സാമിനേഷന് നമ്മൾ റെഫർ ചെയ്യേണ്ടുന്ന മെറ്റീരിയൽസ് എന്തെല്ലാമാണ് എന്നതാണ് നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു റെഫറൻസ് നടത്തിയത് എന്ന് ചോദിച്ചാൽ, എന്താണ് UPSC ഡിമാൻഡ് എന്ന് കൃത്യമായി മനസ്സിലാക്കി മാത്രമേ നമ്മൾ അതിനനുസരിച്ച് സ്ട്രാറ്റജി മെനയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഇതിവൃത്തം. നമ്മൾ UPSC ക്വസ്റ്റ്യൻ പാറ്റേൺ പരിശോധിക്കുമ്പോൾ, കാലങ്ങളായി UPSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, UPSC കാലങ്ങൾക്ക് മുൻപ് പ്രിഡോമിനൻ്റ്ലി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഹൂ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ്. എന്നാൽ ഇപ്പോൾ UPSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ക്രമാനുഗതമായി വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ UPSC ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഹൗ, വൈ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് UPSC വലിയ പ്രാധാന്യം നൽകുന്നു. അതായത് പണ്ട് UPSC ആസ്പിറൻസിൽ നിന്ന് ഓഫീസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ UPSC ഓഫീസേഴ്സായ ആസ്പിറൻറ്റിനെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഇതാണ് UPSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം. UPSC ഹാസ് ബിക്കം മോർ പ്രാക്ടിക്കൽ. UPSC പരോളിനെ പറ്റി ചോദിക്കുന്നു, ഫർലോയെ പറ്റി ചോദിക്കുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയെ പറ്റി ചോദിക്കുന്നു, പോലീസ് കസ്റ്റഡിയെ പറ്റി ചോദിക്കുന്നു, അറസ്റ്റിനെ പറ്റി ചോദിക്കുന്നു, പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ പറ്റി ചോദിക്കുന്നു. അങ്ങനെ UPSC ഹാസ് ബിക്കം മോർ പ്രാക്ടിക്കൽ ആൻഡ് മോർ റിയൽ. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റെഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായും നിങ്ങളുടെ പഠനം എന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെങ്കിൽ പോലും നിങ്ങളുടെ പഠനം എൻജോയബിൾ ആക്കുന്നതിന് വേണ്ടി NCERT പുസ്തകങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുക. 6 മുതൽ 12 വരെയുള്ള NCERT പുസ്തകങ്ങൾ നമ്മളുടെ UPSC പ്രിപ്പറേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ NCERT പുസ്തകങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കുക. എൻജോയ് ദ പ്രോസസ്, എൻജോയ് ലേണിംഗ് ദ സബ്ജക്റ്റ്. വൺസ് നിങ്ങൾ NCERT പുസ്തകങ്ങൾ വായിച്ച് തീർന്നു കഴിയുമ്പോൾ, കോൺസെൻട്രേറ്റ് ഓൺ the 9th NCERT textbook as well as the 11th NCERT textbooks. That would be good enough for you to create a foundation for the subject. Now, NCERT പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം സ്വാഭാവികമായും നിങ്ങൾക്ക് കണ്ടന്റ് എൻറിച്ച്മെന്റ് നടത്തണമല്ലോ. NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം നടത്തേണ്ടുന്ന കണ്ടന്റ് എൻറിച്ച്മെന്റിന്റെ ഭാഗമായി ദ ബൈബിൾ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പൊളിറ്റി ബൈ M. ലക്ഷ്മികാന്ത്, ഇതിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. ഗീവ് ആംപിൾ ടൈം ടു കംപ്ലീറ്റ് ദിസ് പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് വിത്തിൻ ആസ് ഫീസിബിൾ ടൈം ആസ് പോസിബിൾ. അതുപോലെ എത്ര തവണ കൂടുതൽ നിങ്ങൾക്ക് ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സാധിക്കുന്നുവോ അത്രയും കൂടുതൽ നിങ്ങൾ കണ്ടന്റിൽ സ്ട്രോങ് ആകും, കണ്ടന്റിൽ റോക്ക് സോളിഡ് ആകും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി വി നീഡ് ഇൻ ദ പ്രിലിംസ് എക്സാം. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രിലിംസ് പരീക്ഷ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 18 ചോദ്യങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ അതിൽ 16-17 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 15-ലധികം ചോദ്യങ്ങൾ ഇന്ത്യൻ പൊളിറ്റി ബൈ M. ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തെളിവ് സഹിതം തെളിയിച്ചു തരാൻ സാധിക്കും. Now, മെയിൻസിലേക്ക് വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കണ്ടന്റ് റിച്ച് ടെക്സ്റ്റ് ബുക്ക്. അതായത് ഓരോ സെൻറ്റൻസും ഓരോ ഫ്രേസസും കണ്ടന്റ് റിച്ച് ആണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് പ്രിഡോമിനൻ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദ പ്രിലിംസ് പാറ്റേൺ. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ വി വിൽ ഹാവ് ടു ആഡ് വാല്യൂ ടു ദ പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് മെറ്റീരിയൽ എൻറിച്ച്മെൻറ്റ് വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് എ ലിസ്റ്റ് ഓഫ് സോഴ്സസ് വിൽ ഹാവ് ടു ബി dealt with. Say for example, നിങ്ങൾ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോൺട്രവേഴ്ഷ്യലായ കോൺടെമ്പററി ആയ ജഡ്ജ്മെൻറ്റ്, എന്തുകൊണ്ട് അത്തരമൊരു ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി നിരീക്ഷിച്ചു, എന്തുകൊണ്ട് സുപ്രീം കോടതി ഇത്തരമൊരു പരാമർശം നടത്തി എന്നുള്ള കാര്യങ്ങൾ ലൈവ് ലോ എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ സിസ്റ്റത്തിലോ ലഭിക്കും. സോ ദാറ്റ് വുഡ് ബി ഗുഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക്സ് ഓഫ് ദിസ് സബ്ജക്ട്. ഇന്ത്യൻ പൊളിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ മെയിൻസ് എക്സാമിന് കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത, in one way we can say that it is a challenge of the subject as well as it is the beauty of the subject.
അതായത് ഓരോ ദിവസവും സിലബസിൽ അഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ പൊളിറ്റി. പാർലമെന്റിൽ എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ ദർ വിൽ ബി സംതിങ് ആഡഡ് ടു ദ സിലബസ്. സുപ്രീം കോടതിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ ദർ വിൽ ബി സംതിങ് ആഡഡ് ടു ദ സിലബസ്. ഇൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഇൻ ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇൻ ദ ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ, ഇൻ ദ ഓഫീസ് ഓഫ് ദ ഗവർണർ, ഇഫ് സംതിങ് ഹാപ്പൻസ് മീൻസ് automatically that will add to the syllabus of Indian polity. So that is in fact a challenge as well as the beauty of this subject. Indian polity ഒരു പരിധിക്കപ്പുറത്തേക്ക് ബോറിംഗ് അല്ലാതെ ആയി മാറുന്നത് ഇത്തരമൊരു ചേഞ്ചിൻ്റെ റിസൾട്ടാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിനപ്പുറത്തേക്ക് പൊളിറ്റിയിലെ കണ്ടന്റ് ട്രാക്ക് ചെയ്യുന്നതിന് പ്രധാനമായും നിങ്ങൾ 2 ന്യൂസ് പേപ്പേഴ്സ് ആശ്രയിക്കുക. ആൻഡ് പ്രിഡോമിനൻ്റ്ലി ഐ വിൽ ഗോ ഫോർവേഡ് വിത്ത് ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ഹിന്ദു ന്യൂസ് പേപ്പർ കുറച്ചൊരു ബയസ്ഡ് ആണ് എന്നുള്ള ഒരു പക്ഷമുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ UPSC ഡിമാൻഡ് ചെയ്യുന്ന കണ്ടന്റ് ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ ദ ഹിന്ദു ന്യൂസ് പേപ്പറിന് സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഡു എ റെഗുലർ റീഡിംഗ് ഓഫ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ഉപരാഷ്ട്രപതി ഒരു പരാമർശം നടത്തി, അല്ലെങ്കിൽ രാഷ്ട്രപതി ഒരു പരാമർശം നടത്തുന്നു, പ്രധാനമന്ത്രി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയെ പറ്റി പരാമർശിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഫെഡറലിസത്തെ പറ്റി പരാമർശിക്കുന്നു. How you would actually tackle this particular topic is that find out that this is very similar or this resembles the syllabus of Indian polity and combine it with the theory that you have in the core book. Core bookലുള്ള തിയറിയും കണ്ടന്റും തമ്മിൽ ക്ലബ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഇവൻറ്റ് ഉണ്ടെങ്കിൽ ആ ഇവൻറ്റ് കൃത്യമായി മാർക്ക് ചെയ്യുക. അതെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കമ്പൈൻ ചെയ്യുക. This is how you may prepare Indian polity for the mains exam. And of course, for the personality test, I don't think ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമില്ലാതെ നിങ്ങൾക്ക് ആ ടെസ്റ്റ് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി യു ആർ ഡീലിംഗ് വിത്ത് എ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. ആൻഡ് വെൽ എഫിഷ്യൻ്റ്ലി യു മേ യൂസ് ദ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഓൾസോ. സേ ഫോർ എക്സാമ്പിൾ ദ പ്രിന്റ് പോലെയുള്ള സോഷ്യൽ മീഡിയ ചാനൽസ്, അല്ലെങ്കിൽ സേ ദ PIBയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ ദൂരദർശൻ്റെ സൺസെറ്റ് TVയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സ്വാഭാവികമായും നിങ്ങളുടെ പ്രിപ്പറേഷനെ കൂടുതൽ എൻട്രി ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് ഏറ്റവും പ്രധാനമായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യം NCERT പ്ലസ് ഇന്ത്യൻ പൊളിറ്റി ബൈ M. Lakshmikant പ്ലസ് the current affairs. That is how Indian polity will have to be dealt for the UPSC Civil Services examination.